Good morning, students. Today we'll be going through the module 3 essay questions of previous question papers. Okay. So, ഫസ്റ്റ് തന്നെ ഏപ്രിൽ 2019 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതിനകത്ത് നമ്മളിപ്പോ 2 മാർക്സും 6 മാർക്സും ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എസ്സേ നോക്കാം. അതിൽ തേർഡ് മോഡ്യൂളിൽ ചോദിച്ചിരിക്കുന്ന എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് DC ജനറേറ്റർ 8 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ നമുക്ക് നോക്കാം. DC ജനറേറ്ററിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും DC ജനറേറ്ററിനെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും നിങ്ങൾ കൺസ്ട്രക്ഷന്റെ കാര്യങ്ങൾ പറയണം. ഓക്കെ. വർക്കിങ്ങിന്റെ ഈ ഡയഗ്രാം എല്ലാം വരച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ പറയണം. ഓക്കെ. ഫസ്റ്റ് ക്വാർട്ടറിൽ എന്ത് സംഭവിക്കുന്നു, അതായത് ഈ വേവ് ഫോം എങ്ങനെ ഉണ്ടാവുന്നു അതിന്റെ കാര്യങ്ങൾ പറയണം. ക്വസ്റ്റ്യൻ 1 എങ്ങനെയാണ് ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്, ക്വസ്റ്റ്യൻ 2 എങ്ങനെ ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്, 3 എങ്ങനെ ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്, 4 എങ്ങനെ, അതിന്റെ കാര്യങ്ങൾ പറയണം. ആ 4 ക്വാർട്ടേഴ്സിലും സ്പ്ലിറ്റ് റിങ്ങിന്റെ കാര്യങ്ങൾ പറയാം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ഏകദേശം ആയി എന്നാണ് എന്റെ വിശ്വാസം. ക്വസ്റ്റ്യൻ ഒന്നും കൂടി നമുക്ക് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് DC ജനറേറ്റർ. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പറയേണ്ടത് അതിന്റെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആദ്യം തന്നെ നിങ്ങൾ പറയേണ്ടത് ജനറേറ്റർ എന്താണെന്ന് പറയാം. ഓക്കെ. ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് എന്താ ചെയ്യുന്നത്, അത് മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ജനറേറ്റർ. ഓക്കെ. അപ്പൊ ആ ജനറേറ്ററിന്റെ ഡെഫിനിഷൻ പറയാം. അതിനുശേഷം പ്രിൻസിപ്പിൾ പറയാം. അതിന്റെ മെയിൻ ഏത് പ്രിൻസിപ്പിളിനെ ബാക്ക് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അത് പ്രകാരം പറയുന്നുണ്ട് ഒരു കണ്ടക്ടറിനെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ആ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യും. അതിന്റെ കാരണത്താൽ ഒരു EMF അതിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ. So അതാണ് ഇവിടെ പറഞ്ഞത്. whenever a conductor cuts magnetic flux, then a dynamically induced EMF is produced in it. The magnitude of EMF produced in it is directly proportional to the rate of change of flux. അതാണ് N is equal to phi2 minus phi1 by dt. അതായത് എത്രത്തോളം EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു അത് ഡിപ്പെൻഡ് ചെയ്യുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്, അതായത് d by dt of phi. ചേഞ്ച് ഉള്ളതിനെ കൊണ്ട് phi2 minus phi1 എന്ന് പറയുന്നത്. ഓക്കെ. where n is the number of turns of coil. സാധാരണ n എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചതെന്ന് പറഞ്ഞാൽ സ്പീഡാണ്. പക്ഷെ ഇതിന്റെ കേസിൽ ഈ ഇക്വേഷന്റെ കേസിൽ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ആണ് മാറിപ്പോയത്. So such induced EMF will last only as long as the flux linkage exists. Okay. അപ്പോൾ ഈ 3 പോയിന്റ് കൂടി ചേർത്തിട്ട് പറയാം. അപ്പോൾ അതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ ആയി. പിന്നെ അതിന്റെ വർക്കിംഗ് ആണ് കാര്യമായിട്ട് പറയേണ്ടത്. പക്ഷെ വർക്കിംഗ് നമുക്ക് കൺസ്ട്രക്ഷൻ പറയാതെ അതിന്റെ വർക്കിംഗിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഏതൊക്കെ മെയിൻ പാർട്സ് ഉണ്ട് അതിന്റെ കാര്യങ്ങൾ പറയാം. ഓക്കെ. നിങ്ങൾക്ക് ഇതൊന്നും വരയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും, പക്ഷെ ഇതൊന്നും നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒന്നുകിൽ ഈ ഫിഗർ അല്ലെങ്കിൽ ഇപ്പൊ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് വർക്കിംഗ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബെറ്റർ നിങ്ങൾക്കൊരു ഇതുപോലത്തെ ഒരു ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ജസ്റ്റ് റഫ് ആയിട്ടെങ്കിലും ഒരു ഫിഗർ, അതായത് സ്റ്റേറ്റർ ആണ് റോട്ടർ ആണ്, ജസ്റ്റ് റഫ് ആയിട്ടെങ്കിലും ഇത് വരയ്ക്കാൻ പറ്റാതെ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. കാരണം ഈ ഫിഗറിന്റെ അകത്ത് നിങ്ങളെ സ്റ്റാർട്ടറും യോക്കും റോട്ടറും കമ്മ്യൂട്ടേറ്ററും മറ്റു കാര്യങ്ങളെല്ലാം ഏകദേശം പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. ഓക്കെ. സോ കൺസ്ട്രക്ഷന്റെ കേസിൽ നിങ്ങൾക്ക് പറയാം മെയിൻ പാർട്സ് ഏതൊക്കെയാണ്. ജനറേറ്ററിന് ഒരുപാട് പാർട്സ് ഉണ്ട്. പക്ഷെ ഞാനിപ്പോ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള പാർട്ടുകൾ, അതായത് ഇതിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമായ മെയിൻ ആയിട്ടുള്ള പാർട്ടുകളാണ്. ആർമേച്ചർ, മാഗ്നറ്റ്, സ്ലിപ്പ് റിംഗ്, ബ്രഷ്, ഈ 4 സാധനങ്ങളാണ് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ആർമേച്ചർ എന്ന് പറഞ്ഞാൽ ABCD. ഈ ആർമേച്ചർ ആണ്. മാഗ്നറ്റ് 2 മാഗ്നറ്റ് ആണ്. ഈ മാഗ്നറ്റിന്റെ മുകളിൽ ഫീൽഡ് വൈൻഡിങ്സ് ഇങ്ങനെ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫീൽഡ് വൈൻഡിങ്സ് വഴി കറണ്ട് വിടുമ്പോഴാണ് these two poles will be acting as an electromagnet. Electromagnet എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സാധനങ്ങൾ. ഓക്കെ. സോ ആ ഫീൽഡ് വൈൻഡിങ് വഴി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഈ എന്നും എസും പോൾ those will be acting as ഇലക്ട്രോമാഗ്നറ്റ്. ഇലക്ട്രോമാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നോർത്ത് പോളിന് സൗത്ത് പോളിലേക്ക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്യും. അപ്പൊ അവിടെയാണ് നമ്മുടെ ആർമേച്ചറിന്റെ ഒരു ടേം വെച്ചിട്ടാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതങ്ങനെ വെച്ചിരിക്കുന്ന ആ ടേമിന്റെ ഒരു കണക്ഷൻ കണക്ട് ചെയ്തിരിക്കുന്ന സ്ലിപ്പ് റിംഗിനോടാണ്, മറ്റേ കണക്ഷൻ നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ സ്ലിപ്പ് റിംഗ് വെച്ചിട്ടാണ്. 2 സ്ലിപ്പ് റിംഗും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. ഡയറക്റ്റ് ആയിട്ട് ആദ്യത്തെ സ്ലിപ്പ് റിംഗ് ആയിട്ട് ബ്രഷ് 1,
കണക്ട് ചെയ്തിരിക്കുന്നത്, രണ്ടാമത്തെ സ്ലിപ്പ് റിംഗ് ആയിട്ട് ബ്രഷ് 2 കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ബ്രഷ് 1 ഉം ബ്രഷ് 2 ഇടയ്ക്കായിരിക്കും നമ്മുടെ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അവിടെ റെസിസ്റ്റർ ആയിട്ട് കാണിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ബൾബാണെങ്കിൽ ബൾബ്, വേറെ എന്താണെന്ന് വേറെ എന്തായാലും. ഓക്കെ, സോ അതാണ് പറയുന്നത്. ഈ ബ്രഷും സ്ലിപ്പ് റിംഗിന്റെ വർക്ക് എന്താ, ഈ ആർമേച്ചർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ റൊട്ടേറ്റ് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ വയർ എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഈ എന്ന് പറഞ്ഞ കണ്ടക്ടറിന്റെ അടുത്ത് കൂടെ, AB എന്ന കണ്ടക്ടറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ സർക്യൂട്ടറി ഈ വയറും അതേപോലെ CD എന്ന് പറഞ്ഞ കണ്ടക്ടറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ വയറും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആർമേച്ചർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് വയർ ട്വിസ്റ്റ് ചെയ്യും. ഓക്കെ, സോ അത് നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്ലിപ്പ് റിംഗ് കണക്ട് ചെയ്തിട്ട് ബ്രഷ് ഇങ്ങനെ അതിനെ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ സ്ലിപ്പ് റിംഗ് അത് ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് ബ്രഷ് ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത്. So that the brush will carry the current generated or induced means the current generated in the armature to the external circuitry. So അതാണ് സ്ലിപ്പ് റിംഗും ബ്രഷിന്റെയും വർക്ക്. അപ്പോ അതിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയാം. പിന്നെ നമ്മുടെ വർക്കിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യണം. ഇത് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, എയ്ത്ത്. ഇത് 0 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്, ഇത് 180 ഡിഗ്രി ആണ്, ഇത് 270 ഡിഗ്രി ആണ്. അപ്പോൾ പൊസിഷൻ 1 is aligned with 0 degree, position 3 is aligned with 90 degree, likewise the position 5 is aligned with 180 degree, position 7 is aligned with 270 degree. Okay, so അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 0 ഡിഗ്രി 1ല് 0 ഡിഗ്രിയാണ്, 3ല് 90 ഡിഗ്രിയാണ്. ഓക്കെ, 90 ഡിഗ്രിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 3. ഇത് 5th 180 ഡിഗ്രി, 7th 270 ഡിഗ്രി, 9th 360 ഡിഗ്രി. അപ്പൊ 9th എന്ന് പറഞ്ഞാൽ 1 ബേസിക്കലി പൊസിഷൻ 1 തന്നെയാണ്, അവിടെ എഴുതിയില്ല എന്നാലും 9 തന്നെയാണ് ഈ പൊസിഷൻ. സോ അപ്പോൾ ആർമേച്ചറിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പൊസിഷൻ 1 ഇങ്ങനെ ആകുമ്പോൾ AB മുകളിൽ CD താഴെ, മാഗ്നറ്റ് രണ്ട് സൈഡിലും ഉണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ പൊസിഷൻ ആണ്. സോ ആ സമയത്ത് എന്ത് സംഭവിക്കും, ആ സമയത്ത് എന്താ പറയാ, ഫ്ലക്സ് വളരെ കൂടുതലായിരിക്കും, പക്ഷെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് വളരെ മിനിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ആണ്. അതുകൊണ്ട് നമ്മളെ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF എന്ന് പറഞ്ഞാൽ വളരെ മിനിമം അല്ല, ഓർ 0 ആണെന്ന് പറയും പൊസിഷൻ 1ൽ. പിന്നെ പൊസിഷൻ 2 എന്ന് പറയുമ്പോൾ അത് കുറച്ചൊന്ന് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്ത്, 3 എന്ന് പറയുമ്പോൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്ത്, 4 എന്ന് പറഞ്ഞ് റൊട്ടേറ്റ് ചെയ്ത്, 5th എന്ന് പറഞ്ഞ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ AB നേരെ താഴെ വരും, CD നേരെ മുകളിൽ വരും. ഓക്കെ, അപ്പോഴാണ് കറണ്ടിന്റെ ചേഞ്ച് സംഭവിക്കുന്നത്. AB മുകളിൽ അല്ലെങ്കിൽ AB 0 to 90 ഡിഗ്രി ഈ ക്വാർട്ടർ 0 to 180 ഡിഗ്രി ക്വാർട്ടറിൽ AB റൊട്ടേറ്റ് ചെയ്യുമ്പോൾ AB ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് 0 to 180 നടുവിലായിരിക്കും ഈ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. പൊസിഷൻ 1ൽ ഇത് ഇത്ര, പൊസിഷൻ 2ൽ ഇത്ര, പൊസിഷൻ 3ൽ ഇത്ര, പൊസിഷൻ 4ൽ ഇത്ര, പൊസിഷൻ 5ൽ ഇത്ര. ഓക്കെ, ഇനി നേരെ തിരിഞ്ഞ് AB അടിയിൽ വരുമ്പോൾ കറണ്ട് നേരെ ഓപ്പോസിറ്റ് ആവും. സോ ഇങ്ങനെ നേരെ തിരിഞ്ഞു വരും. നമ്മൾ ഇതെല്ലാം പഠിച്ചതാണ്. കറണ്ട് ഡയറക്ഷൻ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. എന്താണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ? 3 ഫിംഗേഴ്സ്, തമ്പ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ 90 ഡിഗ്രിയിൽ പ്ലേസ് ചെയ്യുക. തമ്പ് റോട്ടറിന്റെ മോഷൻ ഇൻഡിക്കേറ്റ് ചെയ്യും. ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് കറണ്ട് അല്ലെ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത്, നോർത്ത് ആൻഡ് സൗത്ത് പോളിലേക്ക്. അപ്പൊ ആ ഡയറക്ഷനിൽ 4 ഫിംഗറിനെ പിടിക്കുക. പിന്നെന്താ, മോഷൻ എവിടെ നിന്ന് എങ്ങോട്ടാ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മോഷൻ. അപ്പൊ നമ്മളെ എന്താ പറയാ, ഈ മോഷൻ ഏത് സൈഡിലേക്കാണ് നടക്കുന്നത് ആ സൈഡിലേക്ക് വേണം ഈ തമ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് കൈ ഇങ്ങനെ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റൂല, കൈ നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിമിതി ഉണ്ട്, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നത്. അപ്പൊ കറണ്ട് നോക്കിക്കഴിഞ്ഞാൽ, അപ്പൊ മിഡിൽ ഫിംഗറിനെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡയറക്റ്റിംഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ, ശരിക്കും ഫ്ലെമിങ്സ് ഹാൻഡ് റൂളിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയാലോ, ഇത് നമുക്കറിയാം, നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ് പോകുന്നത്. ഈ തമ്പിന്റെ ഡയറക്ഷൻ എന്താ, മോഷന്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മോഷൻ നടക്കുന്നത്, മുകളിൽ നിന്ന് താഴോട്ടേക്കാണ്. ഓക്കെ, AB ഇപ്പൊ മുകളിലാണ്, നമ്മൾ താഴോട്ടേക്കാണ് നടക്കുന്നത്. അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് അറിയാലോ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, കറന്റിന്റെ ഡയറക്ഷൻ. എവിടെയും കറന്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കേണ്ടത്, AB-യിൽ എന്താണ് കറന്റിന്റെ ഡയറക്ഷൻ, CD-യിൽ എന്താണ് കറന്റിന്റെ ഡയറക്ഷൻ, ഇത് രണ്ടെണ്ണല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. കാരണം ആർമേച്ചർ ഇങ്ങനെ കറന്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്ലക്സ് ലൈനിനെ കട്ട് ചെയ്യുന്നു, ഫ്ലക്സ് ലൈനിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ആർമേച്ചറിന്റെ അകത്ത് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കാരണത്താൽ ഒരു കറന്റ് ഉണ്ടാവും. എല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞ ആ കറന്റിന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, AB കണ്ടക്ടറിൽ എന്താണ് ഡയറക്ഷൻ,
കണ്ടക്ടറിൽ എന്താ ഡയറക്ഷൻ മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. എ ബിയിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്, സി ഡിയിൽ ഇൻ ടു ദ പ്ലെയിൻ ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ ഈ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഈ ബ്രാഞ്ചിന്റെ അവിടെ പോയി നോക്കും. ഓക്കെ, ഈ ബ്രാഞ്ചിന്റെ അവിടെ നോക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാ, മോഷൻ ഇങ്ങോട്ടാ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഫോർ ഫിംഗർ ഈ ഡയറക്ഷനിലേക്ക് വെക്കുക, തമ്പ് ഈ ഡയറക്ഷനിലേക്ക് വെക്കുക. തമ്പ് ഇങ്ങനെ ക്ലോക്ക് വൈസ് അല്ലേ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിഡിൽ ഫിംഗർ ഇങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യുന്ന പോലെ കിട്ടും. സോ എ ടു ബി ആയിരിക്കും കറണ്ട്. അതേപോലെ സി ഡിന്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി ടു ബി ആയിരിക്കും കറണ്ട് കിട്ടും. സോ അങ്ങനെ അതുകൊണ്ടാണ് ഈ ഹാഫ് സൈക്കിൾ നേരെ തിരിഞ്ഞു വരുന്നത്. ഓക്കെ, 180 ഡിഗ്രി തിരിഞ്ഞു വരുന്നത്. ഓക്കെ, സോ അങ്ങനെ ഓരോ ക്വാർട്ടേഴ്സിലും 0 to 90 ക്വാർട്ടറിൽ 1, 2, 3 പൊസിഷൻ 1, പൊസിഷൻ 2, പൊസിഷൻ 3ന്റെ കാര്യങ്ങൾ പറയാം. അടുത്ത ക്വാർട്ടർ 90 to 180 ഡിഗ്രിയിൽ പൊസിഷൻ 4, പൊസിഷൻ 5ന്റെയും കാര്യങ്ങൾ പറയാം. ഓക്കെ, പിന്നെ അപ്പോഴത്തേക്ക് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയി കറണ്ട് ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആവും ക്വാർട്ടർ 3യിൽ. പിന്നെ അതായത് 180 to 270 ഡിഗ്രിയിൽ എന്താ പൊസിഷൻ 6, പൊസിഷൻ 7ന്റെ കാര്യങ്ങൾ പറയാം. പിന്നെ ലാസ്റ്റ് ക്വാർട്ടർ അതിനകത്ത് പൊസിഷൻ 8, പൊസിഷൻ 9 അല്ലെങ്കിൽ പൊസിഷൻ 1ന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഔട്ട്പുട്ട് സൈക്കിൾ ആവും. ഇവിടെ ഒരു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു സ്പ്ലിറ്ററിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റും കൂടി നിങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമുക്കറിയാം സ്ലിപ്പ് റിംഗ് ഇതാണ്, ഇതാണ് സ്ലിപ്പ് റിംഗ്. പക്ഷെ ഈ രണ്ട് സ്ലിപ്പ് റിംഗിനെയും കൂടി എലിമിനേറ്റ് ചെയ്തിട്ട് ഒരൊറ്റ സ്പ്ലിറ്റ് റിംഗ് നമ്മൾ ഉപയോഗിക്കുകയാണ്. സ്ലിപ്പ് റിംഗും സ്പ്ലിറ്റ് റിംഗും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്ലിപ്പ് റിംഗ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്റ്റേണൽ സർക്യൂട്ടറിയിൽ പോകുന്ന കറണ്ട്, ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. നമ്മുടെ ജനറേറ്ററിന്റെ പേര് എന്താ? DC ജനറേറ്റർ. DC ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താ? സ്ലിപ്പ് റിംഗ് വെച്ചിട്ട് ഒരു AC ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതെന്തുകൊണ്ട് 0 to 180 ഡിഗ്രിയിൽ നമ്മുടെ കറണ്ട് ഇങ്ങനെ M2L ഇങ്ങനെ കറങ്ങുന്നു. എന്ന് ബിയിലേക്ക് വന്ന് ഇതിൽ കൂടെ ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ ആയിരിക്കും പോകുന്നത് 0 to 180 ഡിഗ്രിയിൽ. ഇനി 180 to 360 ഡിഗ്രി, അതായത് AB എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിൽ നിൽക്കുക, അതിങ്ങനെ കറങ്ങി താഴെ എത്തുന്നത് വരെ ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ കറങ്ങും. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും കറങ്ങുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയി പോകുന്നു എക്സ്റ്റേണൽ സർക്യൂട്ടറിയിൽ. അതായത് അതുവരെ കറണ്ട് AB ML CD എന്ന് പറഞ്ഞ കറങ്ങാണെങ്കിൽ 180 to 360 എത്തുമ്പോൾ കറണ്ട് എന്താവും? L to M ഇങ്ങനെ പോകും, DC LM ഇങ്ങനെ പോകും. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയി പോകും. ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് റിംഗ് യൂസ് ചെയ്യുന്നു. ഈ രണ്ട് സ്ലിപ്പ് റിംഗും എടുത്ത് മാറ്റിയിട്ട് അതിന്റെ പകരം ഒരു സ്പ്ലിറ്റ് റിംഗ് യൂസ് ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരൊറ്റ സാധനം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ഒറ്റ സർക്കുലർ ബോഡി ഇവിടെ ഉള്ളൂ. അതിന്റെ സ്പ്ലിറ്റ് റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സർക്കിളിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു രണ്ട് ഹാഫ് ആയിട്ട്. എ എന്ന് പറഞ്ഞിട്ട് ഒരു ഹാഫ്, ബി എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഹാഫ്. അതിന്റെ നടുവിൽ മൈക്ക പോലത്തെ ഒരു നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ ആയിരിക്കും പ്ലേസ് ചെയ്തിരിക്കുക. സോ ഇത് ബ്രഷ് തന്നെയാണ്. സോ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ എപ്പോഴും വൺ സൈഡ് തന്നെയായിരിക്കും. ഓക്കെ, ഈ കണ്ടക്ടറിന്റെ ഇവിടെയൊക്കെ കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും എക്സ്റ്റേണൽ സർക്യൂട്ടറിയിലേക്ക് വരുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ M2L തന്നെയായിരിക്കും എപ്പോഴും. ഓക്കെ, അതാണ് സ്പ്ലിറ്റ് റിംഗ് അല്ലെ കമ്മ്യൂട്ടേറ്ററിന്റെ മെയിൻ യൂസ്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് വേവ് ഫോം ഇങ്ങനെ റെക്ടിഫൈഡ് വേവ് ഫോം പോലെയാവും. റെക്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് DC ആണെന്ന് പറയാം. ഓക്കെ, ഒന്ന് ഫിൽറ്ററിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പക്ക DC എന്ന് പറയാം. എനിവേ ഇത് റെക്ടിഫൈഡ് DC ആയിട്ട് കിട്ടും. അപ്പൊ നമ്മളെ പേരുമായിട്ട് കുറച്ചൊരു മാച്ചിങ് ആണ്. DC ജനറേറ്റർ ഔട്ട്പുട്ട് DC ആണ് നമുക്ക് പറയാം. മറ്റേത് അത്ര മാച്ചിങ് അല്ലായിരുന്നു. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമ്മുടെ വർക്കിംഗ് മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. സോ ഇത് ജസ്റ്റ് സ്ലിപ്പ് റിംഗ് വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തായിരുന്നു ബ്രഷ് എന്റെ പോളാരിറ്റി, ബ്രഷ് ബിന്റെ പോളാരിറ്റി എന്താ? മീൻസ് 0 to 180 ഡിഗ്രിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. എ എന്ന് പറയുന്ന 0 to 180 ഡിഗ്രിയിൽ എ എന്ന് പറഞ്ഞ സ്ലിപ്പ് റിംഗ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ സ്ലിപ്പ് റിംഗ് ഉണ്ട്, 1, 2 ബ്രഷ് റിംഗ് ഉണ്ട്, ബ്രഷസ് ഉണ്ട്. ഇവിടെ അതേപോലെ എ എന്ന് പറഞ്ഞ സ്പ്ലിറ്റ് റിംഗിന്റെ ഒരു പകുതി ഉണ്ട്, ബി എന്ന് പറഞ്ഞ സ്പ്ലിറ്റ് റിംഗിന്റെ മറ്റേ ഹാഫ് ആണ്, 1, 2 ആർ ദ ബ്രഷസ്. ഓക്കെ, സോ സ്ലിപ്പ് റിംഗ് എ എന്തായിരിക്കും പൊളാരിറ്റി, സ്ലിപ്പ് റിംഗ് ബിന്റെ പൊളാരിറ്റി അങ്ങനെ 0 to 180 ഡിഗ്രിന്റെ അണ്ടറിൽ എന്തായിരിക്കും, ബ്രഷ് 180 to 360 ഡിഗ്രിന്റെ എന്തായിരിക്കും പൊളാരിറ്റി, കറണ്ട് ഡയറക്ഷൻ എങ്ങനെയാണ് 0 to 180 ഡിഗ്രിയിൽ, 180 to 360 ഡിഗ്രി കറണ്ട് ഡയറക്ഷൻ എന്താണെന്ന് അവിടെ സ്ലിപ്പ് റിംഗ് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് കാണിച്ചിരിക്കുന്നത്. അതായത് സ്ലിപ്പ് റിംഗ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്,
എന്ന് ബിയിലേക്ക് പോയി, ബിന്ന് എം എൽ സി ഡി. എം എൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ എക്സ്റ്റേണൽ സർക്യൂട്ടറിയിലെ റെസിസ്റ്റന്റ് അക്രോസ് എം എൽ അല്ലെ. അപ്പം ഇവിടെ നിങ്ങൾക്ക് കറണ്ട് കാണാം എം ടു എൽ ആണ്, 0 to 180 ഡിഗ്രിയിൽ. പിന്നെ എന്താ, എൽ ടു എം ആണ്, നേരെ തിരിഞ്ഞ്. പക്ഷെ സ്പ്ലിറ്ററിംഗ് യൂസ് ചെയ്യുമ്പോൾ എന്താ, എം ടു എൽ ആണ്, ഇവിടെ എം ടു എൽ തന്നെയാണ്. അപ്പുറത്തും ഇപ്പുറത്തുള്ള എല്ലാ ഡയറക്ഷൻ ചേഞ്ച് ഉണ്ടാവും, പക്ഷെ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കറണ്ട് ഡയറക്ഷൻ സെയിം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മിനിമം എക്സ്പ്ലെയിൻ ചെയ്യുക. ബാക്കി നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും യോക്കും മറ്റു കാര്യങ്ങളും എല്ലാം വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന്റെ വലുതായിട്ട് ആവശ്യമൊന്നുമില്ല. ഇതിന്റെ പാർട്സ് ഓഫ് യോക്ക്, സ്റ്റാറ്റർ ആണ്, അങ്ങനത്തെ ഇതെല്ലാം പറയാം. ബട്ട് എനിവേ തൽക്കാലം ജനറേറ്ററിന്റെ വർക്കിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര ധാരാളമാണെന്ന് എന്റെ വിശ്വാസം. എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നെറ്റിൽ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, വേറെ ടെക്സ്റ്റ് ബുക്ക് സെർച്ച് ചെയ്യാം, അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. അതാണ് 8 മാർക്കിന് കാണിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ നെസസിറ്റി ഓഫ് സ്റ്റാർട്ടർ ഇൻ DC മോട്ടോർ സ്റ്റാർട്ടിങ്. 7 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. പേജ് നമ്പർ 15. നെസസിറ്റി ഓഫ് സ്റ്റാർട്ടർ നമുക്കറിയാം. നെസസിറ്റി ഓഫ് സ്റ്റാർട്ടർ നമുക്കറിയാം. DC നെസസിറ്റി, അതായത് നമുക്ക് അറിയാം DC മോട്ടറിന്റെ ഒരു പ്രശ്നം ഉണ്ടാകും. നമ്മൾ അതിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ DC മോട്ടറിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് ബാക്ക് EMF എന്ന സംഭവം. നമ്മള് ആർമേച്ചറിലൂടെ കറണ്ട് കടത്തി വിട്ടിട്ട് ആ കണ്ടക്ടറിന് നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ ചെയ്യുന്നത് മോട്ടറിന്റെ കേസിൽ അല്ലെ. അപ്പം ഈ ആർമേച്ചർ, അപ്പൊ ഈ കണ്ടക്ടർ വിൽ ബി ഫേസിങ് എ പെർട്ടിക്കുലർ ഫോഴ്സ്. ഓക്കെ, കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ദാറ്റ് പെർട്ടിക്കുലർ കണ്ടക്ടർ വിൽ ബി എക്സ്പീരിയൻസിങ് എ ഫോഴ്സ്. ഓക്കെ, ആ ഫോഴ്സിനെ കാരണത്താൽ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യും അല്ലെ. അത് കട്ട് ചെയ്യുമ്പോൾ ആ ആർമേച്ചറിലേക്ക് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. ആ that EMF will be opposing the applied supply, means opposing the supply voltage. ആർമേച്ചറിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോഴല്ലേ ആർമേച്ചറിലൂടെ കറണ്ട് പോകുന്നത്. അപ്പോഴല്ലേ അതൊരു, എന്നിട്ട് അതിനെ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവെക്കുമ്പോൾ അതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോഴല്ലേ അതിനൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് കാരണത്താലേ അല്ല ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് കാരണത്താലേ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്നത്. അത് കാരണത്താലാണല്ലോ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് ആർമേച്ചറിൽ. ആ EMF ഈ അപ്ലൈഡ് വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യും. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് ബാക്ക് EMF. ഓക്കെ, ഞാൻ പറഞ്ഞത് വ്യക്തമായി തോന്നുന്നു. എന്റെ വർക്കിംഗ്, മോട്ടറിന്റെ വർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ബാക്ക് EMF അല്ലെ കൗണ്ടർ EMF എന്ന് പറയാൻ കാരണം ആർമേച്ചറിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന സോഴ്സ് വോൾട്ടേജിന് അല്ലെ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജിന് അത് ഒപ്പോസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ബാക്ക് EMF എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാക്ക് EMF പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാണോ മോശമാണെന്ന് ചോദിച്ചാൽ രണ്ടുമാണ്. ഓക്കെ, നല്ലതാണെന്ന് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ അതിന്റെ പോസിറ്റീവ് സൈഡാണ് കുറച്ചും കൂടി പറയാനുള്ളത്. അപ്പൊ ബാക്ക് EMF നല്ലതാണെന്ന് പറയാൻ കാരണം, ഇപ്പൊ ബാക്ക് EMF ഇല്ലാതെ ഒരു മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, സപ്ലൈ ലൈനിന് ആർമേച്ചർ കറന്റ് വളരെയധികം ഡ്രോ ചെയ്യും. ആർമേച്ചർ കറന്റ് ഭയങ്കരമായിട്ട് അത് ഡ്രോ ചെയ്യും മോട്ടറിലേക്ക്. അപ്പൊ അങ്ങനെ ഡ്രോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, വളരെ ഹൈ ആർമേച്ചർ കറന്റ് വരുമ്പോഴത്തേക്ക് ഈ ബ്രഷും നമ്മുടെ സ്ലിപ്പറും ഈ സാധനങ്ങൾ ആർമേച്ചർ എല്ലാം തന്നെ ഡാമേജ് ആയി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, കാരണം അത്രയും ഹൈ കറന്റ് ആണ് ഫ്ലോ ചെയ്യുന്നത്. സോ ഹീറ്റ് വളരെ കൂടുതലായിട്ട് ഡാമേജ് ആവാൻ സാധ്യത. അപ്പൊ ബാക്ക് EMF എന്ന് പറഞ്ഞ സംഭവം അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും, വളരെ കുറച്ച് ആർമേച്ചർ കറന്റ് മാത്രമേ എടുക്കൂ, ഡ്രോ ചെയ്യത്തുള്ളൂ. അതാണ് നമ്മുടെ മെയിൻ ബെനിഫിറ്റ്. ഇപ്പൊ ഈ മോട്ടർ ഇങ്ങനെ ഒരുവിധം സ്പീഡിൽ മോട്ടർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് ബിക്കോസ് ഓഫ് ദ ബാക്ക് EMF ബീങ് ഡെവലപ്ഡ് അത് ഡ്രോ ചെയ്യുന്ന ആർമേച്ചർ കറന്റ് വളരെ ചെറുതായിരിക്കും. പക്ഷെ ഒരു മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ ബാക്ക് EMF ഇല്ല. ആ സമയത്ത് ബാക്ക് EMF ഡെവലപ്പ് ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ ബാക്ക് EMF ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ the motor circuit will be drawing a very high amount of current. Okay,
ആ സമയത്ത് അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് അത് സ്പീഡ് ഇങ്ങനെ ഗെയിൻ ചെയ്ത് വരുന്ന സമയത്ത് ഈ ബാക്ക് EMF കുറവായത് കാരണത്താൽ ഹൈ കറണ്ട് ആർമേച്ചർ കറണ്ട് ഡ്രോ ചെയ്തിട്ട് അത് പെട്ടെന്ന് ഡാമേജ് ആയി പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മോട്ടറിൽ നിന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ആ സമയത്ത് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്ററോ സംതിങ് വെച്ചിട്ട് ആ മോട്ടോർ ഡ്രോ ചെയ്യുന്ന ആർമേച്ചർ കറണ്ടിന്റെ വാല്യൂ കുറച്ച് കളയണം. എന്നിട്ട് പിന്നെ ആ നമ്മൾ എക്സ്ട്രാ വെച്ചിരിക്കുന്ന ആ റെസിസ്റ്റർ നിങ്ങൾക്ക് ഇവിടെ സർക്യൂട്ടിൽ കാണാം, ഒരു പൊട്ടൻഷ്യൽ മീറ്റർ അല്ലെങ്കിൽ ഒരു റിയോസ്റ്റാറ്റ് വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇടുക. എന്നിട്ട് മോട്ടോർ കറങ്ങി അത്യാവശ്യം ഒരു സ്പീഡ് എത്തുമ്പോൾ ഇത് കുറച്ച് അവസാനം എടുത്ത് കളയാം നമുക്ക്. കാരണം എന്താ, മോട്ടോർ ഇങ്ങനെ കറങ്ങി റൊട്ടേറ്റ് ചെയ്ത് ഒരുവിധം നോമിനൽ സ്പീഡ് എത്തുമ്പോഴത്തേക്ക് ബാക്ക് EMF വളരെ കൂടുതലായി ഉണ്ടാവും. അപ്പൊ ബാക്ക് EMF കൂടുതലായിട്ട് പിന്നെ പ്രശ്നമല്ല, പിന്നെ അത് ആർമേച്ചർ കറണ്ട് കാര്യങ്ങൾ നോക്കിയോളൂ. സോ അത് കാലത്താല് അതാണ് necessity of starter. Starter will be helping the motor from being damaged until it builds a particular amount of back EMF. Okay. So അതാണ് necessity of starter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിവിടെ 3 point starter കേസ് ഒക്കെ നമ്മൾ നോക്കിയതാണ്. ഓക്കെ, സോ അതാണ് സ്റ്റാർട്ടറിന്റെ മെയിൻ ഫംഗ്ഷൻ. നെസസിറ്റി ഓഫ് സ്റ്റാർട്ടർ DC സ്റ്റാർട്ടിങ്, അത് നിങ്ങൾക്ക് പറയാം 7 മാർക്ക്. ഇനി അടുത്ത 6 പോൾ ലാപ്പ് വൂണ്ട് ജനറേറ്റർ. ഓക്കെ, അപ്പൊ P6 ആണ്, 6 പോൾ ആണ്, അപ്പൊ P is equal to 6 ആണ്. Has conductor Z is equal to 600 conductors on its armature, അപ്പൊ Z equal to 600 ആണ്. The flux per pole is 0.02 Weber, അപ്പൊ 5.02 Weber ആണ്. Calculate the speed at which generator must be run to generate 300 volt. EMF equation 6th പേജിലാണ്. ഓക്കെ, ഇതായിരുന്നു നമ്മൾ EMF ഇക്വേഷൻ. ഇതെല്ലാം എസ്ഐന് ചോദിച്ച കാര്യങ്ങളും പിന്നെ അല്ലാതെ 6 മാർക്കും പൊതുവെ ചോദിക്കുന്ന നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ മതി. ഓക്കെ, ഇത് ജനറൽ ഇക്വേഷൻ, ലാപ്പ് വൂണ്ടിന് അപ്ലൈ ചെയ്യുക, വേവ് വൂണ്ടിന് അപ്ലൈ ചെയ്യുക. അപ്പൊ A equal to 2 സിംപ്ലക്സ് വേവ് വൂണ്ട് ആണെങ്കിൽ ഈ A ന്റെ വാല്യൂ, നമ്പർ ഓഫ് പാരലൽ പാത്സിന്റെ വാല്യൂ 2 ആണ്. ഓക്കെ, ലാപ്പ് വൂണ്ട് ആണെങ്കിൽ A equal to P ആണ്, അതാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ലാപ്പ് വൂണ്ട് ആണെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് A equal to P ആണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. A equal to P ആയി കഴിഞ്ഞാൽ ഈ P യും A യും ക്യാൻസൽ ആയി പോകും. ഇത്രയും സാധനം നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, ഇത്ര ഇക്വേഷൻ നോക്കിയാൽ മതി. ഇത്രയും സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ, the speed at which generator must be run to generate 300 volt. That is നമുക്ക് N ആണ് വേണ്ടത് ഇവിടെ. ഓക്കെ, N ആണ് വേണ്ടത്, N ആണ് സ്പീഡ്. EG ജനറേറ്റഡ് വോൾട്ടേജ് എത്ര, 300 വോൾട്ട് ആണ് ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞു. ടു ജനറേറ്റ് 300 വോൾട്ട് എന്ന് പറഞ്ഞു. അപ്പോ E നമുക്കറിയാം 5.02 വെബർ, 0.02 വെബർ ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്ക് കിട്ടി. Z ആർമേച്ചർ കണ്ടക്ടേഴ്സ് ആണ്, Z എന്ന് പറയുന്നത് എത്രയാ, 600 ആണെന്ന് പറഞ്ഞു, അത് നമുക്ക് കിട്ടി. ഓക്കെ, പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് നമുക്ക് കറസ്പോണ്ടിങ് ആൻസർ ഡിറൈവ് ചെയ്തെടുക്കാം. What would be the speed if generator were wave wound? അപ്പൊ വേവ് വൂണ്ട് ആണ്, ആകെ വ്യത്യാസം എന്താ വരിക, A equal to 2 ഇട്ട് കൊടുക്കണം നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത്. അപ്പൊ A equal to, നമുക്ക് വേവ് വൂണ്ട് ആണെങ്കിൽ EG എന്താ ചോദിച്ചിരിക്കുന്നത്, വാട്ട് വുഡ് ബി ദ സ്പീഡ് ഇഫ് ദ ജനറേറ്റർ, അപ്പോഴും സ്പീഡ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓൾറെഡി EG 300 ആണെന്ന് അറിയാം, 5.02 വെബർ ആണെന്ന് അറിയാം, Z 600 ആണെന്ന് അറിയാം, N ആണ് കണ്ടുപിടിക്കേണ്ടത്. P എത്രയാണ്, A എത്രയാണ്. വേവ് വൂണ്ട് ആണെങ്കിൽ A ന്റെ വാല്യൂ എത്രയാണ്, 2 ആണ്, അപ്പൊ അത് കിട്ടി. P ന്റെ വാല്യൂ എത്ര, 6 പോൾ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 6 പോൾ അല്ല സാധനം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹെൻസ് P ന്റെ വാല്യൂ അറിയാം. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് N ന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്, വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ 8 മാർക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്ന പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ. ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് DC ഷണ്ട് മോട്ടോർ. 7 മാർക്ക് ഞാൻ ചോദിച്ചിരിക്കുന്നത്. DC ഷണ്ട് മോട്ടോർ, പേജ് നമ്പർ 17. ക്യാരക്ടറിസ്റ്റിക് ഓഫ് DC ഷണ്ട് മോട്ടോർ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക് പറയണം, ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക് പറയണം, സ്പീഡ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക് പറയണം,
സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക് 3 ക്യാരക്ടറിസ്റ്റിക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം DC മോട്ടറിന്റെ കേസിൽ ഇലക്ട്രിക്കൽ കേസിൽ T ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IA. അതുകൊണ്ട് ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക് വരും ഇത് ലീനിയർ ആയിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, ഇനി അതിന് പാരലായിട്ട് ഒരു ഡാഷ്ഡ് ആയിട്ടുള്ള ലൈൻ നിങ്ങൾക്ക് വരച്ച് കാണാം. അതെന്താണ്? ഷാഫ്റ്റ് ടോർക്ക് ആണ്. രണ്ട് തരത്തിലുള്ള ടോർക്ക് ഉണ്ട്. നമുക്ക് ഈ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ്? ടോർക്ക് എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ ഫോഴ്സ് ശരിക്കും ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാ? ആർമേച്ചറിനകത്താണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ആർമേച്ചർ ടോർക്ക് ഉണ്ട്, അതാണ് ഈ പറയുന്ന ടോർക്ക് T, അല്ലെങ്കിൽ നമ്മൾ ഈ വരച്ചിരിക്കുന്ന അതിന്റെ ഗ്രാഫാണ് T. ഈ ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്ത ടോർക്ക് ആ ആർമേച്ചറിനോട് എന്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഷാഫ്റ്റ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെ? മോട്ടറിന്റെ ആർമേച്ചറിനോട് നമുക്ക് എന്താ കണക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ കണ്ടോ, ഇതാണ് ആർമേച്ചർ. ഇതിന് മുകളിൽ ഇങ്ങനെയാണ് ആർമേച്ചർ വൈൻഡ് ചെയ്തിരിക്കുന്നത്. ഇതെന്താണ്? ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റ് ആയിട്ടാണ് അൾട്ടിമേറ്റ്ലി ദിസ് ആർമേച്ചർ ഈസ് ബീൻ കണക്റ്റഡ്, ഈ ഷാഫ്റ്റ് ആയിട്ട്. സോ പക്ഷെ ഈ ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടോർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഷാഫ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ വേറെ ലോസുകളും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സോ നിങ്ങൾക്ക് അറിയാം, ഷാഫ്റ്റ് ടോർക്ക് ഈസ് ഇക്വൽ ടു ആർമേച്ചർ ടോർക്ക് മൈനസ് റൊട്ടേഷണൽ ലോസ്. അപ്പൊ ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്ത ടോർക്കിന്റെ അകത്തുനിന്ന് ലോസ് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് ഷാഫ്റ്റിലെത്തും. അതുകൊണ്ടാണ് ഈ ലൈൻ ഇത്തിരി വിട്ടിട്ട് ഇങ്ങനെ ഡാഷ് ആയിട്ട് വരച്ചിരിക്കുന്നത്. ഇവിടെ അത്രയും ലോസുകൾ ഉണ്ടാവും. ആ ലോസ് ഇതൊരു സൈഡിലേക്ക് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്. അപ്പൊ ആർമേച്ചർ കറന്റ് കൂടിക്കഴിഞ്ഞാൽ ടോർക്ക് കൂടും എന്നാണ് പറയുന്നത്, ഒരു പരിധി വരെ. ഓക്കെ, പിന്നെ ചെറുതായിട്ട് ഇവിടെ ബെൻഡ് ചെയ്യുന്ന കാണാം. സ്പീഡ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക് N വേഴ്സസ് IA. N വേഴ്സസ് IAന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത് ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് എന്താ? N വേഴ്സസ് IA എന്ന് പറഞ്ഞാൽ IA ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ന്യൂമറേറ്ററിൽ ഈ ടേം നെഗറ്റീവ് ടേം ഇൻക്രീസ് ചെയ്യുക. ദാറ്റ് മീൻസ് ന്യൂമറേറ്റർ അങ്ങ് കുറഞ്ഞു പോവുകയായിരുന്നു. അതുകൊണ്ട് സ്പീഡ് എന്താ സംഭവിക്കുക? കുറയും. അതുകൊണ്ട് സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു പോകും. ആർമേച്ചർ കറന്റ് ഇവിടുന്ന് ഇൻക്രീസ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് സ്പീഡ് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇനി ആർമേച്ചർ കറന്റ് 0 ആണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ ഈ ടേം അങ്ങ് വാനിഷ് ചെയ്യും. ഈ ടേം വാനിഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ V/K2 ആ. K2 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സപ്ലൈ വോൾട്ടേജ് നീക്കില്ല. സപ്ലൈ വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ട് ആണ്. അപ്പൊ കറന്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിന് ഓൾമോസ്റ്റ് ഈക്വൽ. അതുകൊണ്ട് 0 ആയിരിക്കില്ല. അപ്പൊ ആർമേച്ചർ കറന്റ് 0 ആണെങ്കിൽ സ്പീഡിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും. അത് ഇവിടുന്നേ തുടങ്ങുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ആർമേച്ചർ കറന്റ് ഓക്കെ, സോ വെൻ IA = 0 മാക്സിമം ആയിരിക്കും എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്. സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ സ്പീഡും ടോർക്ക് ആർമേച്ചർ ടോർക്ക് ടിയും തമ്മിൽ വരയ്ക്കുന്ന ക്യാരക്ടറിസ്റ്റിക്. നമുക്കറിയാം T ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IA, അല്ലെ? അപ്പോ ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്യാണെങ്കിൽ ടോർക്ക് ഇൻക്രീസ്, അല്ലെങ്കിൽ ടോർക്ക് ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്യാണെങ്കിൽ ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത്, അല്ലെ? അപ്പൊ ആർമേച്ചർ കറന്റ് ഇവിടെ ഇൻക്രീസ് ചെയ്യാണെങ്കിൽ എന്താ സംഭവിക്കുക? സ്പീഡ് ഡിക്രീസ് ചെയ്യുക. ഓക്കെ, സോ ഈ ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോർക്ക് ഇൻക്രീസ് ചെയ്യും, പക്ഷെ സ്പീഡ് കുറയുക ചെയ്യുന്നത്. ഓക്കെ, സോ വെൻ TA increases IA increases. ടോർക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ N decreases, അല്ലെ? ടോർക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്യും. ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കുറയും, അല്ലെ? ടോർക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്യുന്നു. ആർമേച്ചർ കറന്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കുറയുന്നു. സോ ഇത് ഓൾമോസ്റ്റ് ചെറിയായിട്ട് താഴോട്ടേക്ക് ഡിക്രീസിങ് ആട്ടോ. അത് കറക്റ്റ് സ്ട്രേറ്റ് ലൈൻ പാരലൽ അല്ല, ചെറിയ ഡിക്രീസിങ് ആയിട്ടാണ്. സോ അതാണ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത്. ഡിസിഷൻ 7 മാർക്കിന്. അപ്പോ അത് ആ 3 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് നമ്മുടെ 2019 ക്വസ്റ്റ്യൻ പേപ്പർ പറയുന്നത്. ഇനി 2018 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്സേ ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് DC മോട്ടോർ. DC മോട്ടറിന്റെ വർക്കിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. 12ാമത്തെ പേജിലുണ്ട്. DC മോട്ടറിന്റെ വർക്കിംഗ് നിങ്ങൾക്ക് പറയാം. ഇതാണ് മെയിൻ ആയിട്ട് വർക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം നോർത്ത് പോള്, സൗത്ത് പോള്, ആർമേച്ചർ. നമ്മള് ജനറേറ്ററിലെ ആർമേച്ചറിന്റെ ആ
ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക എന്താ, ഒരു റെസിസ്റ്ററിനാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, എക്സ്റ്റേണൽ ലോഡായിട്ട് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മളെ ബാറ്ററിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ജനറേറ്ററും മോട്ടോർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താ? ജനറേറ്ററിൽ ആർമേച്ചർ, മോട്ടറിൽ നമ്മൾ ആർമേച്ചറിലേക്ക് സപ്ലൈ കൊടുക്കുന്നുണ്ട്, ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ആയിട്ട് മാറുന്നു. ആ കറന്റ് ക്യാരിങ് കണ്ടക്ടറിനെയാണ് മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നത്. ജനറേറ്ററിൽ അങ്ങനെയല്ല, കറന്റ് ക്യാരിങ് കണ്ടക്ടർ അല്ല. നമ്മൾ ആർമേച്ചറിനെ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ റൊട്ടേഷൻ കൊടുക്കുകയാണ്. അപ്പൊ അത് കട്ട് ചെയ്യുന്നു, EMF ഇൻഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് കറന്റ് ഉണ്ടാവുന്നു. അല്ലാതെ സപ്ലൈ ആയിട്ട്, ഇൻപുട്ട് ആയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് കറന്റ് കൊടുക്കുന്നില്ല ജനറേറ്ററിൽ. ഇവിടെ നമ്മൾ സപ്ലൈ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആർമേച്ചർ ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ആയിട്ട് ആക്റ്റീവ്, പ്ലേസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. സോ അങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ it will be experiencing a magnetic force, okay, whose magnitude is given by F is equal to BIL sin theta. അതായത് ഒരു ആർമേച്ചർ എടുത്തു, അതിന്റെ ടെർമിനലിലേക്ക് നമ്മൾ സപ്ലൈ കൊടുത്തു. ആ സപ്ലൈ കൊടുക്കുന്ന കാലത്താൽ ആ ആർമേച്ചറിന്റെ ഉള്ളിൽ കൂടെ കറന്റ് ഫ്ലോ നടക്കുന്നു. ആ സാധനത്തിൽ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഒരു ആർമേച്ചർ ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് പോലെ ആക്ട് ചെയ്യും. അത് കാരണത്താൽ that particular armature will be experiencing a force. അതിനൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എത്ര ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാം? F is equal to BIL sin theta. അത്രയും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്, I എന്ന് പറഞ്ഞാൽ കറന്റ്, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ഓക്കെ, അപ്പോ എന്നിട്ട് അത് അതിന്റെ ഡയറക്ഷൻ തരുന്ന ആരാ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരമായിരിക്കും ഡയറക്ഷൻ തരുന്നത്. എന്തിന്റെ ഡയറക്ഷൻ? അത് ഏത് ഡയറക്ഷനിലേക്കാണ് ആർമേച്ചർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക, അതിന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡയറക്ഷൻ ഓഫ് മോഷൻ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡയറക്ഷൻ, കറന്റ് ഡയറക്ഷൻ. നമ്മൾ ആർമേച്ചറിലേക്ക് കറന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കറന്റ് ഡയറക്ഷൻ നമുക്കറിയാലോ. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ് പോകുന്നത്, അത് നമുക്കറിയാലോ. അപ്പൊ നമുക്ക് അറിയാത്ത ഏത് ഡയറക്ഷനിലേക്കാണ് ഇത്രയും ഫോഴ്സ് നമ്മൾ ആർമേച്ചറിന്റെ മുകളിൽ ഇത്രയും ആർമേച്ചർ എക്സ്പീരിയൻസ് ഇത്രയും ഫോഴ്സ് ഏത് ഡയറക്ഷനിലേക്കാണ് ഡയറക്റ്റഡ്, അത് നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്കറിയാം AB നമ്മൾ ജനറേറ്ററിന്റെ കേസ് പറഞ്ഞപ്പോ കറന്റ് ഡയറക്ഷനിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലെ, A to B ആ ഡയറക്ഷൻ, C to D ആ ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഈ A to B എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്, C to D എന്ന് പറഞ്ഞാൽ ഇൻ ടു ദ പ്ലെയിൻ ആണ് അല്ലെ. A to B ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. അപ്പൊ C to D എന്ന് പറഞ്ഞാൽ ഇൻ ടു ദ പ്ലെയിൻ ആണ്. അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ വട്ടം വരച്ചിട്ട് പ്ലസ്, വട്ടത്തിന്റെ ഉള്ളിൽ ഡോട്ട്. ഓക്കെ, പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കറന്റ് ഈസ് ഡയറക്റ്റ് ഇൻ ടു ദ പ്ലെയിൻ. അതായത് ആ കണ്ടക്ടറിന്റെ അകത്ത് നമ്മൾ ABCD എന്നൊക്കെ കണ്ടക്ടറൊക്കെ കാണിക്കുന്നില്ല മോട്ടറിന്റെ കേസിൽ, ആ കണ്ടക്ടറിന്റെ അകത്തുള്ള കറന്റ് ഉള്ളോട്ടാണ്, പ്ലെയിനിന്റെ ഉള്ളോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ അതിനെ ഈ ശരിക്കും പറയുകയാണെങ്കിൽ സർക്കിളിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താ? കണ്ടക്ടറാണ്. അപ്പൊ കണ്ടക്ടറിന്റെ അകത്തുള്ള കറന്റ് ഉള്ളോട്ടാണെങ്കിൽ പ്ലസ് ഇടും, കണ്ടക്ടറിന്റെ അകത്തുള്ള കറന്റ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ഡോട്ട് ഇടും. ഓക്കെ, then armature conductor and the north pole are assumed to carry current downwards, അതായത് into the plane, അതുകൊണ്ടാണ് ക്രോസ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. and those south pole ഡോട്ട് വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അത്രയും പറയാം. പിന്നെ ബാക്ക് EMFന്റെ കാര്യങ്ങൾ പറയാം. ഓക്കെ, ബാക്ക് EMF കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്ക് EMF നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലെൻസസ് ലോ പ്രകാരമാണ് ബാക്ക് EMF വർക്ക് ചെയ്യുന്നത്. ലെൻസസ് ലോ എന്താ പറയുന്നത്? നമ്മളൊരു ആർമേച്ചറിലേക്ക് ഒരു സപ്ലൈ വോൾട്ടേജ് കൊടുത്തു, അത് കാരണത്താൽ ആർമേച്ചറിൽ ഒരു കറന്റ് ഉണ്ടായി. ഇനി ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്ലക്സ് കട്ട് ചെയ്യും. ഫ്ലക്സ് കട്ട് ചെയ്താൽ ആർമേച്ചറിന്റെ അകത്ത് EMF ഇൻഡ്യൂസ് ചെയ്യും. EMF ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ EMF ദ ക്രിയേറ്റർ അല്ലെങ്കിൽ ആർമേച്ചറിലേക്ക് കൊടുത്ത സപ്ലൈ വോൾട്ടേജ് ഇല്ലേ, ആ സപ്ലൈ വോൾട്ടേജിനെ തന്നെ ഒപ്പോസ് ചെയ്യും. എങ്ങനെ ഒപ്പോസ് ചെയ്യാം? സോ ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ജസ്റ്റ് ഒപ്പോസ് ദ സോഴ്സ് വിച്ച് പ്രൊഡ്യൂസ്ഡ് ഇറ്റ്. ആരാണോ അതിനെ ഉണ്ടാക്കിയത് അതിനെ തന്നെ ഒപ്പോസ് ചെയ്യും. അതാണ് ലെൻസസ് റൂൾ പറയുന്നത്. ബാക്ക് EMFനെ ആരാ ഉണ്ടാക്കിയത്? നമ്മൾ ആർമേച്ചറിലേക്ക് സപ്ലൈ വോൾട്ടേജ് കൊടുത്തത് കാരണത്താലല്ലേ ഈ എല്ലാ സംഭവങ്ങളും നടന്നത്, ബാക്ക് EMF ഉണ്ടായത്. അപ്പൊ ബാക്ക് EMF ജനറേറ്റ് ആവുന്നത് ആ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നത് കാരണത്താലെയാണ്. പക്ഷെ ആ സപ്ലൈ വോൾട്ടേജിനെ തന്നെ ഇത് ഒപ്പോസ് ചെയ്യും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ആർമേച്ചർ റിയാക്ഷൻ ആൻഡ് ഇറ്റ്സ് എഫക്റ്റ്. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, അത് പേജ് നമ്പർ 8.
പേജ് നമ്പർ 8. ആർമേച്ചർ റിയാക്ഷൻ. ഇപ്പൊ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഈ ആർമേച്ചറിന്റെ ഉള്ളിൽ കൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. ജനറേറ്ററിന്റെ കേസിൽ ഇപ്പൊ ആർമേച്ചറിലൂടെ ഇപ്പൊ കറണ്ട് ഒന്നും തന്നെ ഫ്ലോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. ആ സമയത്ത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ റോട്ടർ ആണ്, ഈ ഉള്ളിലത്തെ നമ്മുടെ കമ്മ്യൂട്ടേറ്റർ ആണ്, ഇത് ബ്രഷ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ചെറിയ സർക്കിൾസ് എന്താണ്? കണ്ടക്ടേഴ്സ് ആണ്, ഫ്രണ്ട് വ്യൂ ആണ്. ആ ജനറേറ്ററിന്റെ ഫ്രണ്ട് കൂടെ ഉള്ള വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ആ റെക്ടാങ്കുലർ ഷേപ്പിൽ ആർമേച്ചർ കോയിൽ ഒന്നും കാണാത്തത്, ഫ്രണ്ടിലത്തെ വ്യൂ ആണത്. അപ്പം മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസും പിന്നെ ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് എല്ലാം ഇത് തന്നെയാണ്. അപ്പൊ ആർമേച്ചറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാത്ത സമയത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തത്, ഈ നോർത്ത് ടു സൗത്ത് പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇല്ല എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഫീൽഡ് എക്സൈറ്റേഷൻ ഒന്നും നമ്മൾ കൊടുത്തില്ല വിചാരിച്ചു. അപ്പൊ എന്തായാലും നോർത്ത് പോൾ സൗത്ത് പോളിലേക്ക് ഫീൽഡ് ലൈൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ, അതാണ് ഇവിടെ ഒന്നും കാണിക്കാത്തത്. ആ സമയത്ത് ആർമേച്ചറിലൂടെ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ ആർമേച്ചർ ലോക്കലായിട്ട് സെറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് ഇത്. നോർത്ത് പോളിന്റെ അടുത്ത് ഇങ്ങനെ, സൗത്ത് പോളിന്റെ അടുത്ത് ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ആ ഫീൽഡ് ലൈൻസ് ആണ് ഇത്. ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി ആക്ച്വൽ പ്രാക്ടീസിൽ ഇതും ഒരുമിച്ച് വരും. അതായത് ഈ നോർത്ത് പോളിൽ സൗത്ത് പോളിലേക്ക് ഫ്ലക്സ് ലൈൻസും പോകും, ഇത് ലോക്കലായിട്ട് ആർമേച്ചറിലൂടെ കറണ്ട് പോകുമ്പോൾ ഇത് ലോക്കലായിട്ട് ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷനും ചെയ്യും. ഇതും കൂടി ഒരുമിച്ച് വരുമ്പോൾ മൊത്തം കാര്യങ്ങൾ നമ്മൾ മീൻസ് ആർമേച്ചറിന് മുകളിൽ ഒരു എഫക്ട് ഉണ്ടാവും, അല്ല ഫീൽഡ് ഡിസ്ട്രിബ്യൂഷന് മുകളിൽ ഒരു എഫക്ട് ഉണ്ടാക്കും. ആര്? ഈ ആർമേച്ചർ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻസിലെ അത് ഇതിനെ എഫക്ട് ചെയ്യും വളരെയധികം. അപ്പൊ ഇനി നേരെ ഇങ്ങനെ പോകേണ്ട സാധനങ്ങൾ മൊത്തം ഡിസ്റ്റോർട്ടഡ് ആയിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ പോകുകയാണെങ്കിൽ മൊത്തം കുറെ ചേഞ്ചസ് ഉണ്ടാവും, എഫക്ട്സ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് എഫക്റ്റ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഒന്ന്, ഡീമാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ വീക്കൻസ് ദ മെയിൻ ഫ്ലക്സ് എന്ന് പറയും. ഇതാണ് നമ്മുടെ മെയിൻ ഫ്ലക്സ്, അതിനെ വീക്ക് ആക്കി കളയും. ഓക്കെ, അങ്ങനെ വീക്ക് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റെഡ്യൂസ്ഡ് ജനറേറ്റഡ് വോൾട്ടേജ്. ജനറേറ്ററിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് അവസാനം എന്താ കിട്ടുന്നത്? എക്സ്റ്റേണൽ സർക്യൂട്ടറിയിലേക്ക് ഒരു കറണ്ട് ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വോൾട്ടേജോ അല്ലെങ്കിൽ കറണ്ട് ആണ് കിട്ടുന്നത്. അത് വളരെയധികം കുറഞ്ഞു പോകും ഇങ്ങനെ മെയിൻ ഫ്ലക്സ് വീക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. രണ്ടാമത്തെ എഫക്ട് എന്താണെന്ന് പറഞ്ഞാൽ ഡിസ്റ്റോർഷൻ ഓഫ് മെയിൻ ഫ്ലക്സ്. മെയിൻ ഫ്ലക്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാം, ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ്. പക്ഷെ അത് മൊത്തം ഡിസ്റ്റോർട്ടഡ് ആയി പോകും. ഈ ഡിസ്റ്റോർഷൻ ആണ് രണ്ടാമത്തെ എഫക്ട്, മെയിൻ എഫക്ട്. ആ ഡിസ്റ്റോർഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്പാർക്ക് ഉണ്ടാവും ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. ഈ രണ്ട് എഫക്റ്റ് ആണ് ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് എഫക്റ്റിന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് GN എന്താണെന്ന് പറയാം. മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് എന്താ? ആ ആക്സിസിൽ ആർമേച്ചർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ EMF ഒന്നും തന്നെ ഇൻഡ്യൂസ് ചെയ്യൂല. അത് റിസൾട്ടന്റ് MMF, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആയി MN. റിസൾട്ട് MMF എന്ന് പറഞ്ഞാൽ എന്താ? EMF കാരണത്താലേ കറണ്ട് ഉണ്ടാവും. അതേപോലെ മാഗ്നറ്റിക് വേൾഡിൽ MMF കാരണത്താലേ ഫ്ലക്സ് ഉണ്ടാവും. അപ്പം റിസൾട്ടന്റ് MMF ഒരു വെക്ടർ വെച്ചിട്ട് കാണിച്ചിരിക്കുക, അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും MN. പിന്നെ ബ്രഷസ് ആർ ഓൾവേസ് പ്ലേസ്ഡ് അലോങ് ദ ആക്സിസ് ഓഫ്, ബ്രഷ് വെക്കുന്ന എപ്പോഴും ഈ ആക്സിസിൽ, അതാണ് MN. നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ. GN എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആൻഡ് അഡ്ജസന്റ് പോൾസിന്റെ നേരെ നടുവിൽ വരും. നോർത്ത് സൗത്ത് ഓപ്പോസിറ്റ് ആണ്, അഡ്ജസന്റ് ആണ്, അതിന് നേരെ നടുവിൽ GN വരും. സൗത്ത് നോർത്ത് ഓപ്പോസിറ്റ് ആണ്, ഓപ്പോസിറ്റ് പൊളാരിറ്റി ആണ്, അഡ്ജസന്റ് പോൾസ് ആണ് നേരെ നടുവ്, അതാണ് GN. സോ ഇങ്ങനെ ഇതിന്റെ മുകളിൽ എഫക്ട് ചെയ്യുമ്പോൾ, ഇതിനെ മുകളിൽ റിയാക്ഷൻ ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളെ MN ചെറുതായിട്ട് ചെരിഞ്ഞു പോകും. MN ചെറുതായി മീൻസ് ചെറിയതായിട്ട് ഒരു റൊട്ടേറ്റ്, ഒരു തീറ്റ ആംഗിള് ചെരിഞ്ഞു പോകും. ആ സമയത്തും ആണ് ഈ ഡിസ്റ്റോർഷനും വീക്ക് ഫീൽഡ് മറ്റു സംഭവങ്ങളെല്ലാം വന്ന് ഫീൽഡ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം മാറിപ്പോകും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതാണ് ആർമേച്ചർ റിയാക്ഷൻ എന്നുള്ളത് നിങ്ങൾ ബേസിക്കലി പറയേണ്ടത്. റീഗ്രൂപ്പിംഗ് ഓഫ് ഫ്ലക്സും കാര്യങ്ങളെല്ലാം നടക്കും, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം, അതെങ്ങനെയാണ് നടക്കുന്നത് എന്നല്ല. അത് ചോദിച്ചിരിക്കുന്ന എത്ര മാർക്കിനാണ്? 7 മാർക്കിനാണ് പറഞ്ഞിരിക്കുന്നത്. എഫക്ട്സ് പ്രത്യേകം പറയണം. എഫക്ട്സ് ആ രണ്ട് എഫക്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡോണ്ട് എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് DC ജനറേറ്റർ. DC ജനറേറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ പേജ് 4.
ഇവിടെ ഈ ഫിഗർ വരയ്ക്കാം. എങ്ങനെയാ? സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഉണ്ട്, സെൽഫ് എക്സൈറ്റഡ് ഉണ്ട്. സെൽഫ് എക്സൈറ്റഡ് തന്നെ സീരീസ് കൊണ്ട്, ഷണ്ട് കൊണ്ട്, കോമ്പൗണ്ട് കൊണ്ട്. ഓക്കെ, കോമ്പൗണ്ട് കൊണ്ട് തന്നെ ലോങ് ഷണ്ടും ഷോർട്ട് ഷണ്ടും ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ലോങ് ഷണ്ടിനെ തന്നെ ക്യുമുലേറ്റീവ്ലി കപ്പിൾഡും ഡിഫറൻഷ്യലി കപ്പിൾഡ് ഉണ്ട്. ഷോർട്ട് ഷണ്ടും അതേപോലെ തന്നെ ക്യുമുലേറ്റീവ്ലി കപ്പിൾഡ് ഉണ്ട്, ഡിഫറൻഷ്യലി കപ്പിൾഡ് ഉണ്ട്. ഓരോന്നും പറയാം. ആദ്യം ഇത് തമ്മിലെ വ്യത്യാസം പറയാം. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് സപ്ലൈ ഉണ്ടാവും ഇതിനെ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, മറ്റേ ഫീൽഡ് വൈൻഡിങ്സിനെ വഴി പോൾസിനെ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്ലക്സ് ലൈൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സെൽഫ് എക്സൈറ്റഡ് ആണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് ഫീൽഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് വ്യത്യാസം. സീരീസ് കൊണ്ട് അപ്പോൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ ആണെങ്കിൽ ഡി സി മോട്ടറിന്റെ സപ്ലൈ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കും. അതാണ് അതിന്റെ ഒരു മെയിൻ ആപ്ലിക്കേഷൻ. സെൽഫ് എക്സൈറ്റഡ് അതിനകത്ത് ഷണ്ട് കൊണ്ടുണ്ട്, ഷണ്ട് കൊണ്ടുണ്ട്. ഷണ്ട് കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആർമേച്ചറിന് നേരെ ഷണ്ട് ഓപ്പോസിറ്റ്, ആർമേച്ചറിന് ഷണ്ട് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുക, പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്ന ഫീൽഡ് ലൈൻസ്. ആപ്ലിക്കേഷൻ പോർട്ടബിൾ ജനറേറ്റർ, ആൾട്ടർനേറ്ററിന് എക്സൈറ്റേഷൻ കൊടുക്കാനും ഉപയോഗിക്കും. സീരീസ് മോഡ് എന്താ? ആർമേച്ചറിന് സീരീസ് ആയിട്ടായിരിക്കും ഫീൽഡ് വൈൻഡിങ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ എന്താ? റെയിൽവേ സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ബൂസ്റ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കും. സപ്ലൈ വോൾട്ടേജ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വീക്കായി മാറുമ്പോൾ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലോക്കോമോട്ടീവ്, റീജനറേറ്റീവ്, ബ്രേക്കിംഗ് എല്ലാം ഉപയോഗിക്കും, ഹെൽപ്പ് ചെയ്യുന്നത്. കോമ്പൗണ്ട് വുണ്ട് ജനറേറ്റർ. കോമ്പൗണ്ട് വുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന് പാരലൽ ആയിട്ട് ഒരു ഷണ്ട് വുണ്ടും ഉണ്ടാവും, ഇതിന് സീരീസ് ആയിട്ട് ഒരു വേറെ സീരീസ് വുണ്ടും ഉണ്ടാവും. രണ്ട് ഇതുണ്ട്. അത് ഷോർട്ട് ഷണ്ട് ആണെങ്കിൽ ഇത് ആർമേച്ചറിന് മാത്രം പാരലൽ ആയിരിക്കും ഷണ്ട് വൈൻഡിങ് കണക്ഷൻ. ലോങ് ഷണ്ട് ആകുമ്പോൾ ആർമേച്ചർ സീരീസ് വൈൻഡിങ് മൊത്തത്തിൽ പാരലൽ ആയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പൊ ഇത് ക്യുമുലേറ്റീവ് ഉണ്ട്, ഡിഫറൻഷ്യൽ ഉണ്ട്. ഇത് ക്യുമുലേറ്റീവ് ഉണ്ട്, ഡിഫറൻഷ്യൽ ഉണ്ട്. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? ഇതിന്റെ ഫ്ലക്സും ഇതിന്റെ ഫീൽഡും ആഡ് ചെയ്ത് പോകുമ്പോൾ, രണ്ടിനും ഓപ്പോസ് ചെയ്യാനും ഡിഫറൻഷ്യൽ ചെയ്യും. ഇതും അതേപോലെ തന്നെ ഇതുണ്ടാക്കുന്ന ഫീൽഡും ഇതുണ്ടാക്കുന്ന ഫീൽഡും ആഡ് ചെയ്ത് പോവാണെങ്കിൽ ക്യുമുലേറ്റീവ് ആണ്. ഓപ്പോസ് ചെയ്യാനും ഡിഫറൻഷ്യൽ ചെയ്യാം. ഇപ്പൊ ക്യുമുലേറ്റീവിന്റെ ആപ്ലിക്കേഷൻ ഹെവി പവർ സർവീസസ്, ഹോട്ടൽ ഓഫീസിലെല്ലാം പവർ സപ്ലൈന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ക്യുമുലേറ്റീവ് ആണ്. ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആർക്ക് വെൽഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഇതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ കഴിയുന്നതും ആ ഓരോന്നിന്റെ ആപ്ലിക്കേഷൻ കൂടി പറയാൻ ശ്രമിക്കുക. ഓക്കെ, ഓരോന്നും എവിടേക്കാണ് അതിന്റെ എന്താണ് ആപ്ലിക്കേഷൻ എന്ന് കൂടി പറയാൻ ശ്രമിക്കുക. കാരണം അത് പല സ്ഥലത്തും 2 മാർക്സിനെല്ലാം ചോദിച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഓഫ് ജനറേറ്റർ എന്ന് പറഞ്ഞു. അപ്പൊ അതും കൂടി ചേർത്തിട്ട് തീർച്ചയായിട്ടും പറയാൻ ശ്രമിക്കുക. സിഗ്നിഫിക്കൻസ് ഓഫ് ബാക്ക് ഇഎംഎഫ് DC ഇൻവെർട്ടർ നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തു. റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് കുറെ ക്വസ്റ്റ്യൻസ്. അടുത്ത 2018 ഒക്ടോബർ 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ ചോദിച്ചെന്ന് നോക്കാം. പ്രിൻസിപ്പൽ DC ജനറേറ്റർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. എക്സ്പ്ലെയിൻ ദ നെസസിറ്റി ഓഫ് സ്റ്റാർട്ടർ ഇൻ DC മോട്ടർ ആൻഡ് വർക്കിംഗ് ഓഫ് 3 പോയിന്റ് സ്റ്റാർട്ടർ. നെസസിറ്റി ഓഫ് സ്റ്റാർട്ടർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. 3 പോയിന്റ് സ്റ്റാർട്ടറിന് നമ്മൾ 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തില്ല. EMF ഇക്വേഷൻ ഓഫ് DC ജനറേറ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ 6 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത. വീണ്ടും SE 18 ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് DC സീരീസ് മോട്ടർ ആൻഡ് എക്സ്പ്ലെയിൻ. DC ഷണ്ട് മോട്ടറിന് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി DC സീരീസ് മോട്ടർ എന്ന് പറയുമ്പോൾ നോക്കാം. ഓക്കെ, DC ഷണ്ട് മോട്ടറിന്റെ ഇപ്പോൾ പറഞ്ഞു. DC സീരീസ് മോട്ടറിന്റെ അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താ? ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക് പറയണം, സ്പീഡ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക് പറയണം, സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക് പറയണം, അല്ലെ? ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുമ്പോൾ ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറന്റ്. മോട്ടറിന്റെ കേസിലെ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ ആണ്. ജനറേറ്ററിന്റെ കേസിലെ പ്രൊപ്പോർഷണൽ ടു IA ആണ്. സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ ഗ്രാഫ് ശരിക്കും പറയുന്നത് ഇങ്ങനെ കേർവ്ഡ് ആയിട്ട് പരാബോളിക് ആയിട്ടാണ് വരിക. ശരിക്കും ഗ്രാഫ് ഇങ്ങനെ മൊത്തത്തിൽ വരും, പക്ഷെ നമുക്ക് ഒരു ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലല്ലോ, അപ്പൊ ഇങ്ങനെ കേർവ് ആയിട്ട് വരും. അപ്പോ ഷണ്ട് ഇത് ആർമേച്ചർ ടോർക്കാണ്. ഷണ്ട് ടോർക്ക് അതിനെ കുറച്ച് ഡിസ്പ്ലേസ്ഡ് ആയിട്ടായിരിക്കും. നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറഞ്ഞാൽ, ഷണ്ട് ടോർക്ക് അല്ല, ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ ടോർക്ക് റൊട്ടേഷണൽ ലോസ് കുറച്ചിട്ടില്ല സാധനം, അതുകൊണ്ട് ഇത് ലോസ് ആണ്. അതുകൊണ്ട് സൈഡിൽ ഇങ്ങനെ വരച്ചു. സ്പീഡ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക് നമ്മൾ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ കുറെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ സ്പീഡും ആർമേച്ചർ കറന്റും നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം RA കോൺസ്റ്റന്റ്, RSC കോൺസ്റ്റന്റ്, KB കോൺസ്റ്റന്റ്. അപ്പൊ ഈ ടേമിനെ നമ്മൾ വലുതായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കറന്റുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അതുകൊണ്ട് കേർവ് ഇങ്ങനെ പോകും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. B/KB × IA ആണ്. അപ്പൊ IA ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് അതിങ്ങനെ പോകും.
അപ്പോ സാച്ചുറേഷൻ ആൻഡ് ആർമേച്ചർ റിയാക്ഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് ഇതായിരിക്കും. അതിനെ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് കുറച്ചും കൂടി താഴോട്ടേക്ക് വന്നിട്ട് പിന്നെ IA ആക്സിസ് എക്സ് ആക്സിസിന്റെ വളരെ അടുത്ത് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് തൊട്ടുകൊണ്ട് പോകും. സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക് അല്ലെ. അപ്പൊ ഒരു ഇക്വേഷൻ നമ്മൾ മുകളിലത്തെ ഇക്വേഷനിൽ നിന്നെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ടോർക്ക് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ് സ്ക്വയർ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n സ്ക്വയർ അല്ലെ. അതുകൊണ്ട് ഗ്രാഫ് വീണ്ടും ഒരു ഇങ്ങനെ ആയിട്ട് പോകും, കുറച്ചും കൂടി സ്റ്റീപ്പ് ആയിട്ട് പോകും. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാച്ചുറേഷൻ ആർമേച്ചർ റിയാക്ഷൻ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് പ്ലോട്ട് 1 ആയിരിക്കും, എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലോട്ട് 2 ആയിരിക്കും. ഇതാണ് നമുക്ക് DC സീരീസ് മോട്ടറിന്റെ കേസിൽ പറയാനുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഏപ്രിൽ 2017 ക്വസ്റ്റ്യൻ പേപ്പർ. അതിൻ്റെ അകത്ത് എന്താ ചോദിച്ചത്? മൊഡ്യൂൾ 3 ഡ്രോ ദ ഡയഗ്രാം ഓഫ് DC 3-point starter and explain how it limits the starting current of a DC shunt motor. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 6 മാർക്ക്. Derive the EMF equation of DC generator. വീണ്ടും നമ്മളത് 6 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്താൽ വീണ്ടും പറഞ്ഞു. നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ക്വസ്റ്റ്യൻസ് വന്നത്. Explain the types of DC motor with circuit diagram of each type. അത് നമ്മള് ഓൾമോസ്റ്റ് പറഞ്ഞതാണ് ഇവിടെ തന്നെ. ബട്ട് എനിവേ അതിൻ്റെ അകത്ത് വേറെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ടൈപ്സ് ഓഫ് DC മോട്ടർ, ഷണ്ട് മോട്ടർ, DC ടൈപ്സ് ജനറേറ്ററും മോട്ടറിന്റെ ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, കാരണം കൺസ്ട്രക്ഷൻ വൈസ് ദേ ആർ സെയിം. സോ ഷണ്ട് മോട്ടർ, സീരീസ് മോട്ടർ, കോമ്പൗണ്ട് മോട്ടർ നമ്മൾ ജനറേറ്ററിന്റെ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടേ ഉള്ളൂ. കോമ്പൗണ്ട് മോട്ടറിന് തന്നെ ഷോർട്ട് ഷണ്ട് ഉണ്ട്, ലോങ് ഷണ്ട് ഉണ്ട്. ഇത് തന്നെ ഡിഫറൻഷ്യൽ യൂണിറ്റ് കോമ്പിനേറ്റീവ് ഉണ്ട്, ഇതും ഡിഫറൻഷ്യൽ യൂണിറ്റ് ക്യുമുലേറ്റീവ് ഉണ്ട്. നമ്മൾ ജനറേറ്ററിന്റെ ഓൾമോസ്റ്റ് സെയിം സാധനം തന്നെ. ഓക്കെ. Define back EMF and state the reason for using starters in DC motor. Again നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ളൂ സ്റ്റാർട്ടർ, നെസസിറ്റി ഓഫ് സ്റ്റാർട്ടർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ബാക്ക് EMFന്റെ കാര്യവും നമ്മൾ പറഞ്ഞു. അപ്പോൾ പുതിയതായിട്ടൊന്നും ചോദിക്കുന്നില്ല, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക. അടുത്തത് ഒക്ടോബർ 2016 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് DC മോട്ടോർ നമ്മൾ പഠിച്ചു. EMF equation of DC ജനറേറ്റർ പഠിച്ചു. എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് DC 3-point starter കുറച്ച് മുമ്പത്തെ അതിന്റെ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞതാ. എക്സ്പ്ലെയിൻ ദ നോൺ ലോഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് DC മോട്ടോർ. 6 മാർക്ക് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇതേ സെയിം ക്വസ്റ്റ്യൻ 6 മാർക്കിനും ചോദിച്ചാണ്. ഓക്കെ. ഇനി അടുത്തത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് DC ജനറേറ്റർ പറഞ്ഞു ഇന്ന് തന്നെ. കമ്പയർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് DC മോട്ടർ, അത് നമ്മൾ പറഞ്ഞു. DC ഷണ്ട് മോട്ടർ, DC സീരീസ് മോട്ടർ, കോമ്പൗണ്ട് മോട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്, ആ ഗ്രാഫ്, ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്, മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക് എല്ലാം. ഡിഫൈൻ ബാക്ക് EMF ആൻഡ് ഇമ്പോർട്ടൻസ് DC മോട്ടർ, വീണ്ടും റിപ്പീറ്റ് ചെയ്തു. എക്സ്പ്ലെയിൻ ആർമേച്ചർ റിയാക്ഷൻ ആൻഡ് ദീസ് എഫക്ട്സ്. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കവർ ചെയ്തു. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് മൊഡ്യൂൾ 3 ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ എക്സ്പെക്റ്റഡ് ആണ്. ഒന്നും തന്നെ നിങ്ങൾക്ക് അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് വലുതായിട്ടില്ല. എല്ലാം തന്നെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. DC ജനറേറ്ററിന്റെ പ്രിൻസിപ്പിളും വർക്കിംഗ് ഓപ്പറേഷനും നിങ്ങളുടെ അടുത്ത് ചോദിച്ചു അല്ലെ. ഫിൽറ്ററിംഗ് എടുത്ത് ചോദിച്ചിട്ടില്ല, പക്ഷെ ടൈപ്സ് ഓഫ് ജനറേറ്റർ ചോദിച്ചതാണ്. EMF ഇക്വേഷൻ ചോദിച്ചു. പ്രോബ്ലംസ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചതാണ്, ഈ ടൈപ്പ് പ്രോബ്ലംസ്. ആർമേച്ചർ റിയാക്ഷൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു. നോ ലോഡ് ക്യാരക്ടറിസ്റ്റിക് ചോദിച്ചു, പക്ഷെ അത് കുറച്ച് പ്രാവശ്യം ചോദിച്ചില്ല, ഒരു പ്രാവശ്യം അങ്ങനെ ചോദിച്ചിട്ടുള്ളത്. DC മോട്ടറിന്റെ വർക്കിംഗ് ഓപ്പറേഷൻ ചോദിച്ചു. ഈ കമ്പാരിസൺ ഒന്നും ചോദിച്ചിട്ടില്ല, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ അഡീഷൻ ആയിട്ട് തന്നാ, കാരണം രണ്ട് സാധനങ്ങൾ തമ്മിൽ വ്യത്യാസം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടൊന്നുമില്ല, ബട്ട് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന സാധനങ്ങൾ. വർക്കിംഗ് ചോദിച്ചു DC മോട്ടറിന്റെ. ബാക്ക് EMF ചോദിച്ചു. വോൾട്ടേജ് ഇക്വേഷൻ ഓഫ് എ മോട്ടർ ചോദിച്ചിട്ടില്ല. ടൈപ്സ് ഓഫ് DC മോട്ടർ ചോദിച്ചു. നെസസിറ്റി ഓഫ് സ്റ്റാർട്ടർ ചോദിച്ചതാണ്. 3-point സ്റ്റാർട്ടർ ചോദിച്ചു. ക്യാരക്ടറിസ്റ്റിക് സ്പീഡ് ഇക്വേഷൻ ഓഫ് DC മോട്ടർ ചോദിച്ചിട്ടില്ല. ക്യാരക്ടറിസ്റ്റിക് ഓഫ് DC മോട്ടർ ചോദിച്ചു. ഓക്കെ. അപ്പോൾ മൊഡ്യൂൾ 3 വളരെ ചെറുതാണ്. ആ ചെറുതാണെങ്കിലും അതിൻ്റെ അകത്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് വളരെ കുറവാണ്. അപ്പോൾ ഒരുവിധം എല്ലാം തന്നെ ചോദിച്ചു. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചത് ആർമേച്ചർ റിയാക്ഷന്റെ കേസും EMF ഇക്വേഷനും എല്ലാം ആണ്. അത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്തത്.
നമുക്ക് നോക്കുകയാണെങ്കിൽ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഏപ്രിൽ 2017, ഏപ്രിൽ 2018, ഒക്ടോബർ 2018, അങ്ങനെയുള്ള ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. അപ്പോൾ നമ്മുടെ അത്രയും ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്സ് 6 മാർക്സ് എല്ലാം വർക്ക്ഔട്ട് ചെയ്തു. ഓക്കെ, പഠിക്കും.